ഏത് സെൻസുകളെ പോലെ സൗണ്ടിനും ഒരു വിഡ്ത്തും ഒരു ഹൈറ്റും ഉണ്ട്. വിഡ്ത്ത് എന്ന് പറയുന്നത് നമുക്ക് കേൾക്കാവുന്ന ലോവസ്റ്റ് ഫ്രീക്വൻസി ഓഫ് സൗണ്ട്. ഫ്രീക്വൻസി എന്നാണ് പറയുന്നത്. നിങ്ങൾ സയൻസ് പഠിച്ചിട്ടുള്ള ആൾക്കാരായിരിക്കാം, അവർക്ക് പെട്ടെന്ന് അത് മനസ്സിലാവും. ഏറ്റവും ലോവസ്റ്റ് ഫ്രീക്വൻസി ഉണ്ട്. ആ ഫ്രീക്വൻസിയുടെ താഴേക്കുള്ള ഫ്രീക്വൻസികൾ നമുക്ക് സെൻസ് ചെയ്യാൻ പറ്റില്ല. ഹ്യൂമൻ സെൻസ് ഇയറിങ്ങിന് താഴേക്കുള്ളതാണ്. അതേപോലെ തന്നെ അതിനും ഒരു പർട്ടിക്കുലർ ഇതിന് മുകളിലേക്കുള്ള ഫ്രീക്വൻസി നമുക്ക് സെൻസ് ചെയ്യാൻ പറ്റില്ല. അതിന് നമ്മൾ 20 ഹെർട്സ് ടു 20 കിലോ ഹെർട്സ് എന്ന് പറയും. അതായത് ഒരു സെക്കൻഡിൽ 20 തവണ 20 സൈക്കിളുകൾ മുതൽ 20,000 സൈക്കിളുകൾ വരെയാണ് നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത്. എന്ന് വെച്ചാൽ 100% ഷുവർ ആണെന്ന് പറയാൻ പറ്റില്ല. അത് ഒരു ജനറലൈസേഷനാണ്. നമ്മുടെ ഒരു സ്റ്റഡിക്കും നമ്മളൊരു ഫ്യൂച്ചർ യൂസിനും വേണ്ടി നമ്മൾ സ്റ്റാൻഡർഡൈസ് ചെയ്തിരിക്കുന്നതാണ്. അത് ഏജ് ആകും തോറും ഹൈ ഫ്രീക്വൻസി റെസ്പോൺസ് കുറഞ്ഞുകൊണ്ടിരിക്കും. ഇത് ആക്ച്വലി ഇങ്ങനെയുള്ള ഇതെല്ലാം ഏറ്റവും ബെറ്റർ റെസ്പോൺസ് എന്ന് പറയുന്നത് ഏതാണ്ട് 25 വയസ്സിലാണെന്നാണ് ഒരു കാൽക്കുലേഷൻ. പിന്നെ ടെമ്പറേച്ചർ വേരിയേഷൻ അനുസരിച്ചിട്ട് വ്യത്യാസം വരും. അതൊക്കെ മൈന്യൂട്ട് വേരിയേഷൻസ് ആണ്. നമ്മുടെ നോർമൽ സ്റ്റഡിയിൽ അത്രയും പ്രിസിഷൻ ആവശ്യമില്ലാത്തതുകൊണ്ട് നമ്മൾ അതിലേക്ക് പോകുന്നില്ല. പിന്നീട് ഇതാണ് ഇതിന്റെ വിഡ്ത്ത് 20. അപ്പൊ അതിനെ നമുക്ക് കുറച്ചുകൂടെ നമുക്ക് സൗണ്ട് മനസ്സിലാക്കുന്നതിനേക്കാൾ അതിന്റെ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മുടെ വിഷ്വലിൽ നമുക്ക് കാണാൻ പറ്റുന്നത് 7 കളേഴ്സാണ്. അതും അതിന്റെ കോമ്പിനേഷൻസ് ആണ്. അല്ലെങ്കിൽ അതിനെ വീണ്ടും നമ്മൾ മുറിച്ചെടുത്തു കഴിഞ്ഞാൽ 3 കളേഴ്സും 3 പ്രൈമറി കളേഴ്സും അതിന്റെ കോമ്പിനേഷൻസ് ആണ്. റെഡ്, ഗ്രീൻ, ബ്ലൂ എന്ന് പറയുന്ന പോലെ. അപ്പൊ എന്താണ് റെഡ് എന്ന് പറയുന്നത് ലോവസ്റ്റ് വിസിബിൾ കളറാണ്. ബ്ലൂ എന്ന് പറയുന്നത് ഹയസ്റ്റ് വിസിബിൾ ഇതാണ്. ഇൻഫ്രാറെഡ്, അൾട്രാ വയലറ്റ് എന്നൊക്കെ പറഞ്ഞ വിജിയോ എന്നൊക്കെ പറഞ്ഞ് വീണ്ടും തന്നെ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സെയിം സാധനം തന്നെയാണ്. കുറച്ചുകൂടെ ഡീറ്റെയിലിംഗ് വരുന്നു. പിന്നെ അതിന് നമ്മൾ 256 ഗ്രഡേഷൻസ് ആയിട്ട് ഓരോന്നിനും റെഡിനും ഗ്രീനും മാറ്റിയിട്ട് ഏതാണ്ട് മില്യൺസ് ഓഫ് കളേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്ക്രീൻ മോണിറ്ററിലൊക്കെ നമുക്ക് കാണാവുന്ന രീതിയിലേക്ക് 256 × 256 × 256 എന്ന് പറഞ്ഞാൽ ഇതിലേക്ക് വരും. അപ്പൊ അങ്ങനെ വീണ്ടും നമുക്ക് അതും ഈ പറയുന്ന എല്ലാ ടെക്നോളജി ഉപയോഗിച്ചും ഇന്നും മനുഷ്യന്റെ കണ്ണിനും ചെവിക്കും കേൾക്കാൻ പറ്റുന്ന രീതിയിലേക്ക് 100% പെർഫെക്റ്റ് ആയിട്ട് ഒന്നും എത്തിക്കാൻ സാധിച്ചിട്ടില്ല. ഒരു ഒറിജിനൽ സൗണ്ട് സോഴ്സിനെ പോലെയോ അല്ലെങ്കിൽ ഒരു ഒറിജിനൽ വിഷ്വലിനെ. ഇപ്പൊ ഈ വിഷ്വൽ നിങ്ങൾ കാണുന്നത് ഇതൊരിക്കലും എത്ര ക്വാളിറ്റിയുള്ള ക്യാമറയിൽ പകർത്തിയാലും അതിൻ്റെ ആയിട്ടുള്ളൊരു ലോസ് ഉണ്ടാകും. ഈ ഡീറ്റെയിലിംഗ് നമ്മുടെ കണ്ണ് നേരിട്ട് കാണുന്ന ഈ ഡീറ്റെയിലിങ്ങോ ഇതിന്റെ കളർ ഗ്രഡേഷനോ ഒന്നും ഇതുവരെയുള്ള ഒരു ക്യാമറകൾക്കും പകർത്താൻ പറ്റില്ല. എന്ന് പറയുന്നത് ഇപ്പം ഞാൻ ഉണ്ടാക്കുന്ന ഒരു ശബ്ദം, അല്ലെങ്കിൽ ഒരു യേശുദാസ് എന്ന് പറയുന്ന ഒരു ഗായകന്റെ ശബ്ദം, അല്ലെങ്കിൽ കെ സിത്ര എന്ന് പറയുന്ന ഗായികയുടെ ശബ്ദം, ഈ ശബ്ദം അവരുടെ ഒറിജിനൽ ശബ്ദം കേൾക്കുന്ന ആ ഡീറ്റെയിലിംഗ്, ആ പെർഫെക്ഷനോട് നമുക്ക് ഒരിക്കലും ഒരു മൈക്രോഫോണിലൂടെ, അത് മൈക്രോഫോൺ വരുമ്പോൾ അതിന് മെക്കാനിക്കലായിട്ടുള്ള അതിനകത്തുള്ള പ്ലസ് മൈനസ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യപ്പെടും. റെക്കോർഡിംഗ് ചെയ്യും, മോണിറ്ററിംഗ് ചെയ്യും, നമ്മൾ കേൾക്കുന്ന അക്യൂസ്റ്റിക്സ്, ഇതെല്ലാം അതിനെ ബാധിക്കും. അപ്പം ഈ വിഷ്വലിന് ഒരു നമ്മൾ ഈ പറയുന്ന വിഷ്വലിൽ എടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ ഈ കളർ എന്ന് പറയുന്നത് ബ്ലൂ ഉണ്ട്, ഈ കളറുകളുണ്ട്, ഇങ്ങനെയുള്ള കളറുകൾ, വൈറ്റ്, ഈ കളറൊക്കെ എന്ന് പറയുന്നത് നമ്മൾ പല കളറുടെ കോമ്പിനേഷൻസ് ആണ്. അതിന് ലോവസ്റ്റ് ഒരു വിട്ട്, ലോവസ്റ്റ് വിട്ട് ഇതുണ്ട്, ഒരു ഹയസ്റ്റ് ഇതുണ്ട്, അതിന്റെ എമൗണ്ട് ഉണ്ട്. എത്രത്തോളം ബ്ലൂ തന്നെ പല ഇതുണ്ട്, ലൈറ്റ് ബ്ലൂ, ഡാർക്ക് ബ്ലൂ, അങ്ങനെയുള്ള വളരെ ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള ബ്ലൂ എന്ന് പറയുന്നത്. അപ്പോ അതാണ് അതിന്റെ ഹൈറ്റ്, എത്രത്തോളം എന്ത് വിട്ടും ഹൈറ്റും ഉണ്ട്. ഇത് എല്ലാ സെൻസിലും നിങ്ങൾ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഉണ്ട്. ഇപ്പൊ നമ്മളുടെ ടേസ്റ്റ് നമുക്ക് ടേസ്റ്റ് ചെയ്യാവുന്നത് ഒരുപക്ഷെ നമ്മൾ ഒരു എരിവ് മുതൽ സ്വീറ്റ് വരെ എടുക്കുകയാണെങ്കിൽ എരിവിന് താഴേക്കുള്ള ടേസ്റ്റ് ഉണ്ടോ എന്ന് നമുക്കറിയില്ല, ഉണ്ടാവാം. സ്വീറ്റിന് മുകളിലേക്കുള്ള ടേസ്റ്റ് ഉണ്ടോ എന്ന് നമുക്കറിയില്ല, ഉണ്ടാവാം. നമുക്ക് ഏതായാലും ടേസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരുപക്ഷെ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ എരിവ്, പുളി, ചവർപ്പ്, അല്ലെങ്കിൽ കയ്പ്, മധുരം എന്നൊക്കെ പറയുന്ന ഒരു രീതിയിലായിരിക്കാം. പിന്നെ അതിന്റെ എമൗണ്ട് ഉണ്ട്, അതിന്റെ ഹൈറ്റ്, ഇതാണ് അതിന്റെ വിഡ്ത്ത്. ഇതിന്റെ ഹൈറ്റ് ഉണ്ട്. നമ്മളൊരു ഭക്ഷണ സാധനം എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് നമ്മൾ നല്ലതാണ് എന്ന് പറയുന്നത് അതിന്റെ കൃത്യമായിട്ടുള്ള കോമ്പിനേഷൻ ആയിരിക്കും, കൃത്യമായിട്ടുള്ള ഹൈറ്റുകളായിരിക്കും, കൃത്യമായിട്ടുള്ള വിഡ്ത്തുള്ള സാധനങ്ങൾ കൃത്യമായിട്ടുള്ള ഹൈറ്റിൽ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്കതൊരു ടേസ്റ്റി ആയിട്ട് തോന്നുന്നത്. ഇത് തന്നെ വിഷ്വലില് നല്ല വിഷ്വൽ എന്ന് പറയുന്നത് കൃത്യമായിട്ടുള്ള അതിന്റെ കമ്പോണൻസ്, കൃത്യമായിട്ടുള്ള വിഡ്ത്തുള്ള കമ്പോണൻസ് കൃത്യമായിട്ടുള്ള ഹൈറ്റിൽ ആഡ് ചെയ്യാം. സൗണ്ടിലും ഇത് തന്നെയാണ്. സ്മെല്ലും നമുക്ക് ബാഡ് സ്മെൽ എന്ന് പറഞ്ഞാൽ ഗുഡ് സ്മെൽ എന്ന് പറയുന്നത് നമുക്ക് സെൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു റേഞ്ച് ഉണ്ട്. അതിന് താഴേക്ക് സ്മെല്ലുണ്ടാവാം, അതിന് മുകളിലേക്ക് സ്മെല്ലുണ്ടാവാം, നമുക്കറിയില്ല. അതിനെക്കുറിച്ച് കൂടുതൽ റിസർച്ചുകളും ഒക്കെ നടത്തിയിട്ടുണ്ടാവും. പക്ഷെ നമ്മൾ കോമൺ ആൾക്കാർ ഇത് യൂസ് ചെയ്യുന്നതല്ല. ഇതിനുകൊണ്ടും അതിന്റെ ഹൈറ്റും വിട്ടു. ചില രൂക്ഷഗന്ധങ്ങളുണ്ട്, അത് തന്നെ നമ്മൾ കുറച്ച് ഡിസ്റ്റൻസിൽ നിന്ന് കഴിഞ്ഞാൽ ആ സ്മെല്ല് കുറച്ചുകൂടെ നല്ല സ്മെല്ലാവും. ചിലപ്പം ഇപ്പൊ നമ്മൾ റൂമിലേക്ക് കയറുമ്പോൾ ചിലപ്പോൾ എയർ ഫ്രഷ്നർ അടിച്ചിട്ടുണ്ടാവും.
ഈ എയർ ഫ്രഷനർ നല്ല സ്മെല്ലായിരിക്കാം, പക്ഷെ അടിച്ചിരിക്കുന്ന എമൗണ്ട് കൊണ്ട്, അതിന്റെ ആ ക്വാണ്ടിറ്റി കൊണ്ട് അത് വളരെ രൂക്ഷമായിട്ട് തോന്നും. അപ്പൊ അങ്ങനെയുള്ള ഒരു വിഡ്ത്ത്, ഒരു ഹൈറ്റ്, ഒരു ഫോക്കസ്, ഇതാണ് നമ്മൾ ബേസിക്കലി ഒരു സൗണ്ടിലാണെങ്കിലും എന്റെ അറിവിൽ വിഷ്വലിലാണെങ്കിലും ഏത് കലയിലാണെങ്കിലും ഈ 3 കാര്യങ്ങളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. എന്ത് വിട്ടുള്ള സാധനം അത് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇപ്പൊ നമ്മൾ വിട്ട് മനസ്സിലാക്കാൻ വേണ്ടി ഇപ്പം നമ്മളൊരു മ്യൂസിക് ഇത് കേൾക്കുമ്പോൾ അതിനകത്ത് ബേസ് ഗിറ്റാർ എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ വിട്ടാണ്, അതിന്റെ ലോ ഫ്രീക്വൻസിയിൽ മാത്രമുള്ള ഒരു വിട്ടാണ്. ഇപ്പോൾ ഒരു ഇലക്ട്രിക് ഗിറ്റാർ ഒരു മിഡ് ഫ്രീക്വൻസി റേഞ്ച് എന്ന് പറയുന്നത്, ഈ ഫ്രീക്വൻസി റേഞ്ച് മിഡ് ഫ്രീക്വൻസി ലോ ഫ്രീക്വൻസിയിലേക്ക് ഞാൻ വരാം. മിഡ് ഫ്രീക്വൻസി റേഞ്ചിലുള്ളതാണ്. ഒരു ഹൈ ഫ്രീക്വൻസി റേഞ്ചിലുള്ളതാണ്. അപ്പം അതാണ് അതിന്റെ ആ കണ്ടൻസ്. ബേസ് ഗിറ്റാർ, ഗിറ്റാർ അങ്ങനെയുള്ള സാധനങ്ങളാണ് ഇതിന്റെ കണ്ടന്റ്. അത് എത്രത്തോളം വേണം? ചില പാട്ടുകൾ നമുക്ക് കേൾക്കാൻ ബേസ് ഗിറ്റാർ മാത്രം ഉണ്ടാവുള്ളൂ. ചിലപ്പോൾ അത് നമുക്ക് ഇഷ്ടപ്പെടണമെന്നില്ല, നമുക്കത് വെറുതെ ഒരു ഭയങ്കര മുഴക്കം മാത്രമായിട്ട് ഫീൽ ചെയ്യാം. ചിലതിനകത്ത് ഹൈസ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പം ഏറ്റവും കൃത്യമായിട്ട് ഏതൊക്കെ കണ്ടന്റുകൾ എത്രത്തോളം അളവിൽ വേണം, അത് തന്നെ പല കണ്ടന്റുകൾ വരുമ്പോൾ ഓരോ സമയത്തും നമ്മൾ ഫോക്കസ് ചെയ്യപ്പെടുന്ന എന്തിലേക്കാണ്. ഒരു സോങ് ആണെങ്കിൽ ഒരു മ്യൂസിക് ഡയറക്ടർ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് മ്യൂസീഷ്യൻസ് വിത്ത് സൗണ്ട് എഞ്ചിനീയേഴ്സ്, പിന്നെ അതിന്റെ റീപ്രൊഡക്ഷൻ എഞ്ചിനീയേഴ്സ്, അപ്ലിക്കേഷൻ എഞ്ചിനീയേഴ്സ്, ഇവരെല്ലാം കൂടെ ചേർന്നിട്ട് അവരുടെ എല്ലാം കൂടെ കൂടി ഒരു ഗ്രൂപ്പായിട്ടുള്ള എഫർട്ടാണ്. കണ്ടന്റ് ഉണ്ടാക്കുന്നത് ക്രിയേറ്റീവ് സൈഡ്, ആ കണ്ടന്റിനെ കൃത്യമായിട്ട് വിളമ്പുന്നത് ടെക്നിക്കൽ സൈഡ്. അത് ഒരു ഗ്രൂപ്പ് എഫർട്ടാണ്. ഒരു മ്യൂസിക് ഡയറക്ടറും ക്രിയേറ്റീവ് ടീം അത്ര നല്ല കണ്ടന്റ് ഉണ്ടായെന്ന് പറഞ്ഞാൽ അത് വിളമ്പുന്നത് ശരിയല്ലെങ്കിൽ പോയി അല്ലേ. പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മൾ കസ്റ്റമേഴ്സ്, നമ്മുടെ ഓഡിയൻസ് എന്നുള്ള നിലയിൽ നമ്മൾ എവിടെ നിന്ന് കഴിക്കുന്നു എന്നുള്ളതാണ്. ആ കഴിക്കുന്ന അറ്റ്മോസ്ഫിയർ മോശമാണെങ്കിൽ നമുക്ക് തട്ടുകടയിൽ നിന്ന് ഭക്ഷണം കഴിക്കാം, വലിയ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കാം, വേറെ മീഡിയം സൈസ് സ്ഥലങ്ങളിലേക്ക്. അത് ഓരോ സിറ്റുവേഷൻ അനുസരിച്ച്, ഓരോ അറ്റ്മോസ്ഫിയർ അനുസരിച്ച്, നമ്മുടെ ഓരോ ഇതനുസരിച്ച് നമ്മൾ തീരുമാനിക്കും. പല കാര്യങ്ങളും പറഞ്ഞത് ഫിനാൻസ് ആയിട്ടുള്ള കാര്യങ്ങളും മറ്റുള്ള കാര്യങ്ങളും നമ്മൾ തിരക്കൊക്കെ വെച്ചിട്ട് നമ്മൾ തീരുമാനിക്കും. പക്ഷെ അറ്റ്മോസ്ഫിയർ, അത് കഴിക്കുന്ന അറ്റ്മോസ്ഫിയർ മോശമാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് ടേസ്റ്റ് ഫീൽ ചെയ്യണമെന്നില്ല. പല സമയത്ത് അത് നെഗറ്റീവായിട്ട് അഫക്ട് ചെയ്യും. എന്ന് പറയുന്ന പോലെ തന്നെ ഒരു ആർട്ട് അല്ലെങ്കിൽ സിനിമ ആയിക്കോട്ടെ, ഇലക്ട്രോണിക് മീഡിയ ആയിട്ട് മറ്റേ ഏത് ആർട്ടാണെങ്കിലും അത് നമ്മൾ എവിടുന്ന് നമ്മളുടെ ഉള്ളിലേക്ക് എടുക്കുന്നു എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതിനുണ്ടാകുന്ന ഒരു അറ്റ്മോസ്ഫിയർ. അതുകൊണ്ടാണ് ഇന്നും സിനിമ എന്തൊക്കെ ടെലിവിഷൻ ഇൻവേഷൻ, എന്തൊക്കെ ഇന്ററാക്റ്റീവ് മീഡിയംസ് ഒക്കെ വന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് സിനിമയുടെ കഥയെ തിരിച്ചുവിടാവുന്ന രീതിയിലേക്കൊക്കെ ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള പല രീതിയിലും ഒക്കെ ഉള്ളത് വന്നിട്ട് പോലും ഇന്ന് സിനിമ എന്ന് പറയുന്നത് നിലനിൽക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അത് ഒരുക്കുന്ന ഒരു അറ്റ്മോസ്ഫിയർ. വേറൊരു സ്ഥലത്തും ഇല്ലാത്തതുപോലെ നമ്മളും കഥാപാത്രങ്ങളും മാത്രമായി തീരുന്നു. നമ്മൾ വീട്ടിൽ നിന്നിട്ട് നമുക്ക് ടെലിവിഷൻ കാണുന്നുണ്ട്, നമ്മൾ കഥാപാത്രം മാത്രം ഉണ്ടാവുള്ളൂ. പക്ഷെ നമുക്ക് അത്യധികമായിട്ടുള്ള ഡിസ്റ്റർബൻസ് ഉണ്ടാവും. ചിലപ്പോൾ ഫോൺ റിങ് ചെയ്യും, ചിലപ്പോൾ ആരെങ്കിലും കോളിംഗ് ബെൽ അടിക്കുന്നുണ്ടാവും, അങ്ങനെ 100 കൂട്ടം പ്രശ്നങ്ങളുണ്ടാവും. പക്ഷെ സിനിമാ തിയേറ്ററിൽ നമ്മൾ പോയിരുന്നു കഴിഞ്ഞാൽ സിനിമയുടെ ടൈറ്റിലൊക്കെ കഴിയുമ്പോൾ ലൈറ്റ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളും സിനിമയും മാത്രമായി തീരും. നമ്മളുടെ കൂടെ ഇരിക്കുന്ന നമ്മുടെ റിലേറ്റീവ്സ് ഉണ്ടാവും, ഫ്രണ്ട്സ് ഉണ്ടാവും, ഇതിൽ നിന്നൊക്കെ നമ്മൾ മാറിയിട്ട് നമ്മൾ സിനിമയിലേക്ക് പോകാം. അങ്ങനെ സിനിമയിലേക്ക് പോകാനുണ്ടാകുന്ന അറ്റ്മോസ്ഫിയറാണ്. സെയിം സാധനം ഇത്രയും പെട്ടെന്ന് ഒരു സിനിമ കാണിച്ചു കഴിഞ്ഞാൽ ആ ഒരു ഫീൽ കിട്ടില്ല. നമ്മുടെ ചുറ്റിനും ഇരിക്കുന്നവരെ കുറിച്ച് നമ്മൾ ബോധവാന്മാരായിരിക്കും. നമ്മൾ ആ സിനിമ കാണുന്നത് എന്താണ്, എന്തിനു വേണ്ടിയിട്ടാണെന്നൊക്കെ നമ്മൾ ചിന്തിച്ചിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ഒരു അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോ മീഡിയത്തിനും അതിൻ്റെതായിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ. ഇപ്പം ഒന്ന് ആലോചിച്ച് നോക്കുക, കഥകളി എന്ന് പറയുന്നത് വളരെ ക്ലാസിക്കൽ ആയിട്ടുള്ളൊരു ഇതാണ്, പലർക്കും അറിയില്ലാത്തതാണ്. തോന്നുന്നു അതിന്റെ ഡീറ്റെയിലിംഗ് ഒന്നും അറിയാൻ മേലാതാണ്. ഈ കഥകളിക്കുള്ളൊരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കുന്നുണ്ട്. തിളക്കം ഒക്കെ വെച്ചിട്ട് വർഷങ്ങളായിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു അറ്റ്മോസ്ഫിയർ. ഈ അറ്റ്മോസ്ഫിയർ ഒക്കെ മാറിയിട്ട് നമ്മുടെ MG റോഡിൽ ഒരു ഇതുണ്ടാക്കി പകൽ വെളിച്ചത്തിൽ കഥകളി നടത്താൻ പറ്റില്ലെന്നല്ല, നടത്തിയാലുണ്ടാവുന്ന റിസൾട്ട് എന്തായിരിക്കും? അതിനുണ്ടാവുന്ന ഒരു അറ്റ്മോസ്ഫിയർ. നാടകം, അതിനുണ്ടാവുന്ന അറ്റ്മോസ്ഫിയർ, ഇതിനൊക്കെ ഉള്ള അറ്റ്മോസ്ഫിയർ വ്യത്യസ്തമാണ്. അതിനുള്ള ഓഡിയൻസ് വ്യത്യസ്തമാണ്. ഗാനമേളയ്ക്ക് ഉണ്ടാവുന്ന അല്ലെങ്കിൽ ഒരു സിനിമാറ്റിക് ഡാൻസ് ഉണ്ടാവുന്ന അറ്റ്മോസ്ഫിയർ ആയിരിക്കില്ല കഥകളിക്കോ നാടകത്തിനോ അല്ലെങ്കിൽ ഭരതനാട്യത്തിനോ ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഓരോന്നിനും ഓരോ അറ്റ്മോസ്ഫിയർ ആവശ്യമാണ്. ഈ അറ്റ്മോസ്ഫിയർ എന്തിനാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അറ്റ്മോസ്ഫിയർ ക്രിയേറ്റർ മനസ്സിലാക്കിയിരിക്കണം. എന്ത് അറ്റ്മോസ്ഫിയറിലാണ് ഇവർക്ക് കാണാൻ പോകുന്നത്, എന്ത് അറ്റ്മോസ്ഫിയറിലേക്കാണ് നമ്മളിത് എയർ ചെയ്യാൻ പോകുന്നത്, ഏത് തരം പ്രേക്ഷകരിലെ ഉദ്ദേശമാണ് നമ്മളിത് ചെയ്യാൻ പോകുന്നത്. ഇതൊക്കെ ആ ക്രിയേറ്റീവ് ടീമിന്റെ അല്ലെങ്കിൽ ക്രിയേറ്റീവ് ടെക്നിക്കൽ ടീമിന്റെ
ചിന്തകളും വികാരങ്ങളും വിചാരങ്ങളും ടെക്നിക്കൽ ടീമാണ് പ്രസന്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു ഡയറക്ടറുടെയും ഒരു സ്ക്രിപ്റ്ററുടെയും ചിന്തകൾ ഒരു പെർഫോമിംഗ് ആർട്ടിസ്റ്റുകൾ, നടന്മാരും നടികളും ഒക്കെ ചേർന്ന് പെർഫോം ചെയ്യുന്നത്, അതിനെ ഒരു ക്യാമറമാനാണ് വിഷ്വലി ക്യാപ്ചർ ചെയ്ത് അത് അതിന്റെ രൂപത്തിൽ ഒരു ക്യാമറമാനും പിന്നെ അതിലൊരു സ്പീഡ്, എഡിറ്റിംഗ് സ്പീഡും മറ്റുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് ഡയറക്ടറും എഡിറ്ററും ചേർന്നിട്ടാണ്. എഡിറ്റർ വഴിയാണ് അത് ക്യാരി ചെയ്യുന്നത്. അപ്പോൾ ക്യാമറ, എഡിറ്റർ, വിഷ്വൽ ഇതിന് വേണ്ടിയിട്ട്. സെയിം ടൈമിൽ പാരലായിട്ട് ഇതിന്റെ ഒരു സൗണ്ട് ട്രാക്ക് എന്ന് പറയുന്ന സാധനം ഒരു തിരക്കഥാകൃത്തും ഡയറക്ടറും ചേർന്ന് തീരുമാനിക്കുന്ന ഒരു ഓഡിയോ സെക്ഷനിലൂടെ കടന്നു വരും. ലൊക്കേഷൻ റെക്കോർഡിസ്റ്റ്, മിക്സിംഗ് എഞ്ചിനീയർ, ഇങ്ങനെയുള്ളവരിലൂടെ കടന്നു പോകും. അതിനിടയ്ക്കും എഡിറ്റർ കോമൺ പാർട്ടാണ്. എഡിറ്റർ സൗണ്ട് എഡിറ്റ് ചെയ്യുന്നുണ്ടാവും. ആ എഡിറ്റ് വഴി നമ്മൾ ഓഡിയോ വിഷ്വൽ മീഡിയമായിട്ട് നമ്മൾ പ്രസന്റ് ചെയ്യും. ഇതിനൊക്കെയുള്ള അഡീഷണൽ രണ്ട് ഒരു ഓഡിയോയും വിഷ്വലുമാണ് നമ്മൾ അബ്സോർബ് ചെയ്തെടുക്കുകയും വെളിയിലേക്ക് കാണിക്കുകയും ചെയ്യും. അതിനിടയ്ക്ക് ഓഡിയോയ്ക്ക് ആവശ്യമായിട്ടുള്ള കുറെ ഇൻഗ്രീഡിയൻസ് ഉണ്ടാവും. മ്യൂസിക്, എഫക്ട്സ്, അതുപോലെ ഡയലോഗ്സ്, വോയിസ് ഓവറുകൾ, ആംബിയൻസ്, ഇങ്ങനെ കുറെ സാധനങ്ങളുണ്ടാവും. ഇതൊക്കെ ഒരുക്കി തരുന്ന കുറെ ആൾക്കാരുണ്ട്. ഇപ്പം ഒരുപക്ഷെ വിഷ്വലിൽ ആർട്ട് ഡയറക്ടർ എന്താണോ അതായിരിക്കാം ഒരുപക്ഷെ എഫക്ട്സില് സൗണ്ടില് സൗണ്ട് എഫക്ട്സ് എഡിറ്റേഴ്സ് അല്ലെങ്കിൽ സൗണ്ട് എഫക്ട്സ് ക്രിയേറ്റേഴ്സ് എന്ന് പറയുന്നത്. ആർട്ട് ഡയറക്ടർ ഒരു വിഷ്വലിന് ആവശ്യമായിട്ടുള്ള പ്രോപ്പർട്ടീസ് അറേഞ്ച് ചെയ്യുന്നത് പോലെ തന്നെയാണ് ഇവരത് ചെയ്യും. ഈ എഫക്ട്സ് ആൾക്കാർ എഫക്ട്സ് ചെയ്യും. ഇതൊക്കെ പാരലായിട്ട്, വളരെ സിമ്പിൾ ആയിട്ട് പാരലായിട്ട് നടന്നു പോകുന്ന പ്രോസസ്സാണ്. രണ്ടിനും സിമിലാരിറ്റീസ് ഉണ്ട്.